VDS സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഇനിയും വിജ്ഞാപനമായില്ല. UDF പൂർണ്ണമായും ധാരണയിലെത്തിയില്ലെന്ന സൂചന. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി. നവകേരള സദസ്സിനിടയിലെ മർദ്ദനം അന്വേഷിക്കുന്നതിൽ പ്രത്യേക സംഘത്തെ ഇന്ന് തന്നെ രൂപീകരിച്ചേക്കും. പുനരന്വേഷണ ഉത്തരവ് ഇറക്കാൻ സാധ്യത. മഞ്ചേശ്വരത്ത് തന്നെ പാർട്ടി തോൽപ്പിച്ചതെന്ന് CPM സ്ഥാനാർത്ഥി. 20,000 വോട്ട് ലീഗിന് മറിഞ്ഞത് പാർട്ടി തീരുമാനത്തിൽ. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആഞ്ഞടിച്ച് ജയാനന്ദ. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ ഒഴിവാക്കണമെന്ന് ആലപ്പുഴയിലും ആവശ്യം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പുലർത്തുന്നില്ലെന്നും വിമർശനം. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും 90 പൈസ കൂട്ടി. വില വർധന ഒരാഴ്ചക്കിടെ 2ാം തവണ വർധന. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ. കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. മരിച്ച സോനയെ കേന്ദ്രീകരിച്ചും അന്വേഷണത്തിൽ ഒരു സ്ത്രീ പെട്രോൾ വാങ്ങിയതിന് തെളിവ് കിട്ടി. CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. കൊച്ചി സെക്സ് റാക്കറ്റ് കേസിൽ ഒരു യുവതി കൂടി അറസ്റ്റിൽ. പിടിയിലായത് പൊന്നാനി സ്വദേശിനി മഞ്ജിമ. അറസ്റ്റിലായ മോഡൽ അലീനയെ ചോദ്യം ചെയ്യുന്നു. യുവതികളെ കുടുക്കിയത് മോഡലിംഗിന്റെ മറവിൽ. അമേരിക്കയിലെ സാന്റിയാഗോയിൽ ഇസ്ലാമിക് സെന്ററിൽ വെടിവെപ്പ്. 3 പേർ കൊല്ലപ്പെട്ടു. 2 അക്രമികളും മരിച്ച നിലയിൽ. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പുറത്താക്കിയത് അമേരിക്കൻ ഇടപെടലെന്ന് സൂചന. നിർണായക രേഖകൾ പുറത്ത്. അമേരിക്കൻ വിരോധത്തിന് കാരണമായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ നിഷ്പക്ഷത. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള നീക്കങ്ങൾക്കായി US സൈന്യത്തിന് താവളങ്ങൾ അനുവദിക്കാൻ വിസമ്മതിച്ചതും US-നെ ചൊടിപ്പിച്ചു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് ക്യൂബൻ പ്രസിഡന്റ് മുന്നറിയിപ്പ്. സർക്കാരിനെ താഴെ ഇറക്കാൻ US സൈനിക നടപടിക്കൊരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ക്യൂബ 300-ലധികം സൈനിക ഡ്രോണുകൾ വാങ്ങിയതായും റിപ്പോർട്ട്. ബംഗാളിൽ വൻ പ്രഖ്യാപനങ്ങളുമായി സുവേന്ദു സർക്കാർ. ജൂൺ മുതൽ മതാടിസ്ഥാനത്തിലുള്ള സർക്കാർ സഹായം നിർത്തലാക്കും. OBC പട്ടിക റദ്ദാക്കും. ക്ഷേമ പരിപാടികൾ മതപരമായ സത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകരുതെന്ന് സുവേന്ദു അധികാരി. UAE-യിൽ മലയാളികൾക്ക് ആശ്വാസമായി വമ്പൻ തീരുമാനം. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കും. ജൂൺ 1 മുതൽ എല്ലാ മാസത്തെയും ശമ്പളം തൊട്ടടുത്ത മാസത്തെ 1-ാം തീയതി നൽകണം. ഒരു ദിവസം വൈകിയാൽ പോലും കുടിശ്ശികയായി കണക്കാക്കും. 5-ാം ദിവസം പിന്നിട്ടാൽ പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തും. രാജ്യത്തിന് അഭിമാനമായി ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത്. മുംബൈ അഹമ്മദാബാദ് യാത്ര വെറും 2 മണിക്കൂർ കൊണ്ട് 2027 ഓഗസ്റ്റിൽ ട്രാക്കിൽ ഇറക്കിയേക്കും. ഇന്ത്യ നക്സൽ മുക്തമായതായി പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്ത് നിന്ന് നക്സലിസം തുടച്ചു നീക്കിയതായി ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ പൊതുസമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത സുരക്ഷാ സേനാംഗങ്ങളെ ആദരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.